ഇന്നത്തെ യാത്ര പ്രകൃതി ഭംഗി കൊണ്ടും ഭക്തിസാന്ദ്രവുമായ കാഴ്ചകൾ കൊണ്ട് മനോഹരമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ്. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് അകമലക്കുന്നുകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. ഉത്രാളിക്കാവിൻ്റെ ഇരുവശങ്ങളിലുമുള്ള നെൽപ്പാടങ്ങളും ക്ഷേത്രത്തിന് നടുവിലൂടെയുള്ള പാതയും ഇളംകാറ്റിൽ ആടിയുലയുന്ന ആൽമരവും ക്ഷേത്രഗോപുരവും ചെറിയ നീർച്ചാലുകളും പുറകിൽ കൂടി ചൂളം പിടിച്ചു പോകുന്ന തീവണ്ടിയും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വിശാലമായ മുറ്റം, അതിനകത്ത് അഴികളാൽ ചുറ്റപ്പെട്ട അമ്പലം, അമ്പലത്തിൻ്റെ തണലേകി വലിയൊരു ആൽമരം. മധ്യ കേരളത്തിലെ പുരാതനമായ ഭഗവതിക്കാവുകളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ രുദ്രമഹാകാളിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളുടെയും ഉൽപ്പത്തിയായി പറഞ്ഞു കേൾക്കുന്ന കഥകൾ തന്നെയാണ് ഇവിടുത്തേത്. ഐതിഹ്യം ഇങ്ങനെ: കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പാലിയത്തച്ഛനെ പോലെ തലപ്പള്ളി ദേശത്തെ പ്രമുഖനായിരുന്നു കേളത്തച്ഛൻ. അദ്ദേഹം തികഞ്ഞ ഒരു മൂകാംബിക ഭക്തനായിരുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ അദ്ദേഹം മൂകാംബികയിൽ ഭജനമിരിക്കാൻ പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ ഭജനം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ ദേവീ സാന്നിധ്യമുണ്ടായി. തിരിച്ച് ദേശത്തെത്തിയ കേളത്തച്ഛൻ ഓലക്കുട താഴെ വെച്ച് വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് പോകാൻ നേരം ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് മണ്ണിൽ താഴുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇല്ലത്തെത്തി പ്രശ്നം വച്ചപ്പോൾ ദേവീ സാന്നിധ്യമുണ്ടെന്നറിയുകയും അവിടെ വിധിപ്രകാരം ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലശേഷം കാട് മൂടിക്കിടന്ന ഈ സ്ഥലം നെല്ല് കൊയ്യാൻ വന്ന ഒരു ചെറുമി അരിവാളിനെ മൂർച്ച കൂട്ടാൻ ശിലയിൽ ഉരസുകയും അതിൽ നിന്നും രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. തുടർന്ന് ശിലയിൽ ദേവീ സാന്നിധ്യം കാണുകയും യഥാവിധി പ്രകാരം ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മധ്യ കേരളത്തിലെ പുരാതനമായ വേല ആഘോഷങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഉത്രാളിക്കാവിലെ പൂരത്തിന് ഉള്ളത്. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കൊടിയേറുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് പൂരം. ചെങ്കക്കാവ്, കുമാരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള 3 പറ്റുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ. സാധാരണ ഓരോ ദേശക്കാരും 11 ആനകൾ വീതം മൊത്തം 33 ആനകൾ പൂരത്തിന് എഴുന്നള്ളിക്കുന്നു. ഇതുകൂടാതെ വിവിധ സമുദായക്കാരുടേതായി കുതിരവേല, കാളവേല, ഹരിജൻ വേല എന്നീ പരിപാടികളും മുട്ടിറക്കൽ എന്ന വഴിപാടും പതിവുണ്ട്. ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രശസ്ത ഇനം ഇവിടുത്തെ നടപ്പുര പഞ്ചവാദ്യമാണ്. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം പോലെ പ്രിയങ്കരമാണ്. ഉത്സവ സമയത്ത് വലിയ ഗോപുരവും മന്നാഭമായ അലങ്കാര കാഴ്ചയും വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാണ് ഈ ക്ഷേത്രം. അസാമാന്യമായ ശബ്ദഗാംഭീര്യം ജനിപ്പിക്കുന്ന വെടിക്കെട്ടാണ് ഉത്രാളിക്കാവിലേത്. മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന വെടിക്കെട്ട് സുരക്ഷിതവും വ്യക്തമായും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. രാവിലെ 5 മണിക്ക് നട തുറന്ന് രാവിലെ 10:30 വരെയും വൈകുന്നേരം 5 മണിക്ക് തുറന്ന് രാത്രി 8 മണി വരെയുമാണ് ഇവിടുത്തെ പൂജാ സമയം. ഉത്രാളിക്കാവിൻ്റെ ചരിത്രവും പ്രകൃതി ഭംഗിയും മനസ്സിൽ നിറച്ച് ഇനി മടക്കം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കഴിയുമെങ്കിൽ ഇവിടെ പോകാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.